മുഖം നോക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി മദീനയിലേക്ക് വന്നു. ആ സ്വഹാബിക്ക് വാഹനമില്ല, തിരിച്ചു പോകാൻ. അദ്ദേഹം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുന്നത് നിബിധങ്ങൾ കാണുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ആവശ്യം വാഹനമാണെന്ന് നിബിധങ്ങൾ തിരിച്ചറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ പുണ്യ നിബിധങ്ങൾ പറയുന്നത്, മൻ കാന മഅഹു ഫദ്ലു ളുഹ്റിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ളുഹ്റ ലഹ്. നിങ്ങളിൽ ആർക്കെങ്കിലും 2 വാഹനമുണ്ടെങ്കിൽ ഉപയോഗിക്കാത്തത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കണമേ. ആരുദ്ദേശിച്ച് പറഞ്ഞെന്നറിയോ? ഏതോ ഒരു നാട്ടുകാരനായ സ്വഹാബി. അദ്ദേഹം എനിക്ക് വാഹനം വേണമെന്നൊന്നും തങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങളത് തിരിച്ചറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ, ആ ഒരു വിദേശിയായ മനുഷ്യൻ എനിക്കിത് വേണമെന്ന് പറയാൻ മടിക്കുന്നതാകാം. അതുകൊണ്ട് ഹബീബ് മദീന പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എക്സ്ട്രാ വാഹനമുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണമേ. വമൻ കാന ലഹു ഫദ്ലു സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹ്. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കണമേ. നോക്കണം, അള്ളാഹുവിനെ വിചാരിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ മാനയൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മൂല്യവത്തായ ചിന്തകളാണ് ഒരു സമൂഹത്തിൽ, ഒരു നാടിൽ സമാധാനമുണ്ടാവാൻ, ഒരു നാടിൽ പിടിച്ചുപറിയില്ലാതിരിക്കാൻ, മോഷണമില്ലാതിരിക്കാൻ, അസൂയയും പകയുമില്ലാതിരിക്കാൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണം നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഭക്ഷണം കിട്ടാത്തവർക്ക് കൊടുക്കണമേ. ഹബീബായ നബി തങ്ങൾ പറയാൻ തുടങ്ങി, ഓരോന്നും നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണേ എന്ന്. സമ്പത്തിന്റെ ഓരോ ഐറ്റവും നബി തങ്ങൾ എടുത്തു പറയുകയും നബി തങ്ങൾ ഫദകറ മിൻ അസ്നാഫിൽ മാലി മാ ദകർ ഹത്താ റഅയ്നാ അന്നഹു ലാ ഹഖ്ഖ ലനാ ലിഅഹദിൻ മിന്നാ ഫീ ഫദ്ലിൻ ഷൈ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നമുക്ക് അവകാശമില്ല, അത് ഇല്ലാത്തവരുടെ അവകാശമാണെന്ന് ഞങ്ങൾക്ക് ബോധിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ ആർക്ക് വേണ്ടി? ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പക്ഷേ ആ മനുഷ്യന് വേദനിക്കാതിരിക്കാൻ, ആ മനുഷ്യനത് ചോദിക്കുന്നത് മടിയായിരിക്കും. ചോദിക്കാതെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. നമ്മൾക്കത് സാധ്യമാണെങ്കിൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട് ആശ്വാസം നൽകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുഃഖവും സങ്കടങ്ങളും ജീവിതത്തിന്റെ അനിവാര്യതയാണ്. പ്രയാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയുമോ, വീട്ടിൽ റേഷന്റെ അരിയില്ലാതെ നമ്മുടെ റസൂൽ താടിക്ക് കൈകൊടുത്ത് സങ്കടപ്പെട്ടിരുന്ന ഒരു ദിവസം ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി എന്തൊക്കെ ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യം, അരി വെക്കാൻ റേഷൻ കിട്ടാത്ത ഒരു വിഷമം നമ്മുടെ നാട്ടിലുണ്ടോ? വളരെ കുറവല്ലേ? ഇല്ല എന്ന് പറയലല്ലേ ശരി. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതരായിരിക്കുകയാണ്. നബി തങ്ങളുടെ ഭാര്യമാർ, ചില ആളുകൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് ജീവിക്കാൻ പ്രയാസമുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാജിമൻ സാകിതാ, ഹബീബിന്റെ ഭാര്യമാർ ചുറ്റുമുണ്ട്. നബി തങ്ങൾ താടിക്ക് കൈകൊടുത്ത് തലതാഴ്ത്തി മൗനിയായി നിൽക്കുന്നത് കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരു ഉമ്മത്താണ്. അതുകൊണ്ട് നമ്മിൽ ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ്, അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരണം, അവരുടെ സങ്കടം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. ഇവിടെ ഒരു മാതൃക ചെയ്യുന്നു ഹബീബിന്റെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സമരം എന്നൊന്നും ഇതിനെ വിളിക്കാൻ പാടില്ല. പക്ഷെ ഒരു തമാശക്ക് അങ്ങനെയൊക്കെ പറയും, നബി തങ്ങളുടെ ഭാര്യമാർ അങ്ങനെ സമരം ചെയ്തു. സമരമല്ലാതെ അവര് കാര്യം പറഞ്ഞു, നബിയെ, പട്ടിണി കിടക്കുകയാണ്, ഞങ്ങള് പട്ടിണിയാണ്, ഒന്നുമല്ല, വിശപ്പടക്കാൻ ഗോതമ്പോ അരിയോ എന്തെങ്കിലും വേണം നബിയെ, പച്ചവെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല നബിയെ.
ഈത്തപ്പഴം കഴിച്ച് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചു. ഇവിടെ നിന്നങ്ങോട്ട് ഒരു ദിവസം ഒരു നേരം ഒരു റൊട്ടിയോ ഗോതമ്പോ ബാർലിയോ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടേ? നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, പട്ടിണിയാണ്. ഇങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് പ്രയാസമാണ്. അവിടെയാണ് ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ട് പറഞ്ഞേക്കണോ അല്ല അവര് കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ച ഒരു നേരമുണ്ടവരോട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു, ലഅഖൂലന്ന ശൈഅൻ ഉദ്ഹികു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇനി പോവുകയുള്ളൂ. സങ്കടപ്പെടുന്ന നബിയെ ഞാനൊന്ന് ചിരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, ലൗ റഅയ്ത ബിൻത ഖാരിജ, നബിയേ, ഖാരിജയുടെ മകൾ എൻ്റെ ഭാര്യ, അവളെങ്ങാനും സഅലതിനി അൻ നഫഖ, എനിക്ക് ചെലവ് വേണം, എനിക്ക് ചെലവിന് വേണം എന്ന് എന്നോട് പറയുകയായിരുന്നുവെങ്കിൽ, ഫഖുംതു ഇലൈഹാ ഫവജഅതു ഉനുഖഹാ, എന്നോടങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജയുടെ കഴുത്തിന് ഞാൻ അടിക്കുമായിരുന്നു നബിയേ. മാ റഅയുക ഫീ ഹാദാ തസറുഫ്, നബിയേ, എന്നോട് എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജ ഇങ്ങനെ സമരം ചെയ്യുകയോ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല അടിവെച്ചു കൊടുക്കുമായിരുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹുന്ന ഹൗലി യസ്അൽനനി അൻ നഫഖ, ഉമറേ, അവരുടെ ചെലവാണ് അവരെന്നോട് ചോദിക്കുന്നത്, ന്യായമാണ് ചോദിക്കുന്നത്. ഇത് അടിക്കേണ്ട കേസല്ല, ഇത് ദേഷ്യപ്പെടേണ്ടതല്ല, അവരുടെ അവകാശമല്ലേ, അത് അവരെന്നോട് ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ നിസാഅൻ നബി, പുണ്യ നബിയുടെ പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ ഹബീബിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. അതല്ല, നിങ്ങൾക്ക് ഐഹികമായ ഈ ലോകത്തിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങളെ ഞാൻ മനോഹരമായി നിങ്ങളുടെ ത്വലാഖ് ചൊല്ലി നിങ്ങളെ ഞാൻ വിട്ടയച്ചു തരാം. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ ഇങ്ങോട്ട് വരീൻ. ഒറ്റക്ക് വിളിച്ചു. നബി തങ്ങളെ വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹു വേണോ റസൂല് വേണോ, അല്ല നിങ്ങൾക്ക് ചെലവ് വേണോ എന്നല്ലേ ചോദ്യം. ഇന്നി യഖ്തർതുല്ലാഹ വറസൂലഹു, തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടൊരു മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. വിശപ്പോടെ പട്ടിണിയോടെ എൻ്റെ കൂടെ ജീവിക്കണോ? എനിക്ക് പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകും. എനിക്ക് ഭക്ഷണമുണ്ടോ? നിങ്ങൾക്ക് ഞാനത് കൊണ്ടുതരും. എന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണിപ്പോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ ജീവിതമാവാം. നിങ്ങൾക്കത് വേണോ? തആലൈന, ആയിഷ ബീവി, നിങ്ങളൊന്നും ധൃതിപ്പെട്ടൊന്നും പറയണ്ട കേട്ടോ. നിങ്ങളുടെ ഉമ്മയോട്, ശ്രദ്ധിക്കുന്നവരോട്, ഉപ്പയോട് സമ്മതം ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആയിഷ ബീവി അങ്ങ് കയറി പറഞ്ഞു, നബിയേ, അള്ളാന്റെ റസൂല് വേണോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉപ്പയോട് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു ബുദ്ധിക്കുറവൊന്നും എനിക്കില്ല നബിയേ. അവരാരോടും ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഇഖ്തർതുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹും അവന്റെ റസൂലും മതി. ഇത്ര ചെറിയ പ്രായമായിരുന്നു ആയിഷ ബീവി ഇത് പറയുമ്പോൾ. 18 വയസ്സല്ലേ ഉള്ളൂ ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ. ആ നേരം ബീവിക്ക് തോന്നിയത് ഹബീബിന്റെ കൂടെ ജീവിക്കണം, ഏത് പ്രയാസം സഹിച്ചുകൊണ്ടും. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഇതാണ് അങ്ങയോട് പറഞ്ഞത് എന്ന് മറ്റു ഭാര്യമാരോട് പറയരുത് കേട്ടോ എന്ന്.
അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആയിഷ ബീവി ചെറുപ്പകാലത്ത് വിവാഹം ചെയ്തു പോയി, നബി തങ്ങളുടെ കൂടെ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പരാതി പറയുന്ന ആളുകളൊന്നറിയണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയായിരുന്നു ആ ജീവിതത്തിൽ. ആയിഷ ബീവിക്ക് പരാതി ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് പരാതി? ആയിഷ ബീവി പരാതിപ്പെട്ടിട്ടില്ലല്ലോ. ആയിഷ ബീവിക്ക് വേണ്ടത് റസൂലിനെയാണ്, ഹബീബിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ എനിക്ക് ഒറ്റക്ക് വേണം, ഹബീബിന്റെ കൂടെ ഞാൻ മാത്രം മതി എന്ന് ആഗ്രഹിച്ചവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ വേണോ വേണ്ടേ എന്ന ചോദ്യത്തിൽ എനിക്കങ്ങ് വേണമെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ മറുപടി വേറെ പെണ്ണുങ്ങളോട് പറയരുത് നബിയേ. ഞങ്ങൾ പറഞ്ഞു, ആയിഷ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. അവർ ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആയിഷ എന്റെ കൂടെ നിൽക്കുകയാണ്, അത് ഞാൻ പറയും കേട്ടോ. നബിയെ ചോദിക്കാതെ പറയരുത് കേട്ടോ, ഇതിന്റെ സ്വകാര്യമാണ് എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതായിരുന്നു ഹബീബും അവിടുത്തെ കുടുംബവുമുള്ള ജീവിതം റളിയല്ലാഹു തആല അൻഹാ. സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റണം. പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ട് ത്വലാഖ് വേണമെന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയാപ്പിളമാരുമുണ്ട്. ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാതെ വരുമ്പോ, ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ ഒരു വീടിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇത് സാധ്യമല്ലെന്നും ഞാൻ ഇതല്ല സ്വപ്നം കണ്ടതെന്നും എനിക്ക് ഇതല്ല വേണ്ടതെന്നും പറഞ്ഞ് അല്ലാഹു പവിത്രമാക്കിയ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, പൊട്ടിച്ചു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഉറപ്പുള്ള ബാന്ധവമാണ് നിങ്ങൾ നിക്കാഹിലൂടെ ചെയ്തു വെച്ചത് എന്ന് ഖുർആൻ പറഞ്ഞ ആ ബന്ധത്തെ നിസ്സാര കാരണം പറഞ്ഞ് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹ ത്വലാഖ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ത്വലാഖ് വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, ജോലി നഷ്ടപ്പെട്ടേക്കും, കച്ചവടം പൊളിഞ്ഞേക്കും, സമ്പത്തില്ലാതെയായെന്ന് വരും, ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയെന്ന് വരും. എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പട്ടിണിയാണെങ്കിൽ പട്ടിണി, സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ വിഷമമാണെങ്കിലും കൂടെ ഞാനുണ്ട് എന്ന് പറയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെ ഒരു മാതൃക കാണിച്ച ഏറ്റവും നല്ല ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പുണ്യ നബി തങ്ങളോട് എത്ര നല്ല മാതൃകയാണത്. സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ മാത്രമല്ല, മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തബൂക്കിലേക്ക് പോകാൻ ഏതോ ഒരു ദുർബല നിമിഷം മടിബാധിച്ച് പോകാൻ കഴിയാതെ മദീനയിൽ ബാക്കിയായ 3 സ്വഹാബിമാരുണ്ടായിരുന്നുവല്ലോ. ഹിലാൽ ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ കഅബ് തങ്ങളടക്കം 3 പേർ. ആ 3 പേരിൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ഈ 3 പേരുടെയും അല സലാസത്തിൽ ലദീന ഖുല്ലിഫു, തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ 50 ദിവസത്തോളം ബോയ്ക്കോട്ട്, ആരും അവരോട് മിണ്ടരുത്, സലാം പറയരുത് എന്ന് നബി തങ്ങൾ പറയുകയും സ്വന്തം ഭാര്യമാരോട് പോലും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറയുകയും ചെയ്ത് ഒരു ഭ്രഷ്ട് നൽകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു കഅബ് തങ്ങളും കൂടെയുള്ള 2 പേരും. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയാണ് ഒരു സുബഹിന്റെ ദിവസം ഒരാൾ വിളിച്ചു പറയുന്നത്, അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ കഅബ് ഇബ്നു മാലികേ, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന വഹി വന്ന സന്തോഷം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെച്ചതറിഞ്ഞപ്പോ അതുവരെ വീട്ടുതടങ്കലിൽ കിടക്കുന്ന പോലെ കിടന്ന കഅബ് എന്നവർ ഹബീബിന്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് പോയ രംഗം മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്. ഫൻതലഖതു, ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്നു. അത്തഅമ്മമു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതലഖാനി الناس ഫൗജൻ ഫൗജാ യുഹന്നിഊനനി ബിത്തൗബ, എൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആ സന്തോഷം ആയത്തിറങ്ങി വന്നപ്പോ
എന്നോട് സന്തോഷം പറയാൻ ഒരുപാട് പേർ സ്വഹാബിമാർ മുന്നോട്ട് വന്നു. നോക്കണം, ഒരാൾ ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരു സ്വീകരണം, അല്ലെങ്കിൽ ഒരു ചേർത്തുപിടിക്കൽ, ഒന്ന് സന്തോഷം പങ്കിടൽ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കൽ, ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഗുണങ്ങളാണ്. ഒരാൾക്ക് വരുന്ന നന്മകൾ, ആ നന്മകളിൽ നമ്മൾ സന്തോഷിക്കുക, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുക. മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കയറി വരുന്നു. ഹബീബിന്റെ സദസ്സിൽ നിന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന മദീനക്കാരനായ മുഹാജിറായ ഒരു സ്വഹാബിയുണ്ട്, മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ത്വൽഹ തങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നു, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യം ചെയ്തത്, പിന്നെ ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു. കഅബേ സാരമില്ല, കഅബേ നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ കഴിയാതിരുന്ന ആ വിഷമത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ നല്ലൊരു പശ്ചാത്താപമായി മാറിയത് അല്ലാഹു സ്വീകരിച്ചുവല്ലോ, ഹനീഅൻ ലക്, നിങ്ങൾക്ക് ആശീർവാദം എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നു, ഫകാന കഅബുൻ ലാ യൻസാഹാ ലിത്വൽഹ. സ്വഹാബിമാർ പറയുകയാണ്, ത്വൽഹ തങ്ങൾ ചെയ്ത ആ ഉപകാരം കഅബ് എന്നവർ ഒരിക്കലും മറന്നിട്ടില്ല. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച ആള് ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ പിന്നെ ആ ഒരു തെറ്റിനെ പറഞ്ഞുകൊണ്ടവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അവർക്ക് സന്തോഷം വരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ കൂടെ നിൽക്കണം. ആയിഷ ബീവിയുടെ സങ്കടം വന്ന ഒരു രംഗത്ത് ബീവിയോടൊപ്പം സങ്കടം കാണിച്ച അൻസ്വാരിയത്തായ മദീനക്കാരിയായ ഒരു പെണ്ണിന്റെ കഥ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹാദിസത്തുൽ ഇഫ്കിനെ പറഞ്ഞ ആ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാനന്ന് ഒറ്റക്കിരുന്നു കരഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നിരപരാധിയാണ് നമ്മുടെ ഉമ്മ, നിരപരാധിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബി. ആ മഹാന്മാരായ ഹബീബിന്റെ സ്വഹാബിയായ സഫ്വാൻ എന്നവരെയും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും രണ്ടുപേരെയും ബന്ധപ്പെടുത്തി മോശമായ ഒരു കെട്ടുകഥ മദീനയിലെ മുനാഫിക്കുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയപ്പോൾ പുണ്യനബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇദാ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്. അത് ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ്. തെറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തൻ്റെ ഭാര്യക്കോ തൻ്റെ ഭർത്താവിനോ എന്തെങ്കിലും തരത്തിൽ ഒരു അവിഹിത ബന്ധങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ, അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ശകാരിക്കുകയോ പറഞ്ഞുവിടുകയോ കുടുംബം തകർക്കുകയോ വഷളാക്കുകയോ ചെയ്യാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണമേ, പുണ്യനബി തങ്ങൾ എന്താണ് ചെയ്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിമാരിൽ കണ്ണുയർത്തി ഒരാളോട് പോലും സംസാരിക്കുക പോലും ചെയ്യാത്ത, തലതാഴ്ത്തി നടക്കുന്ന സാത്വികനായ സ്വഹാബിയായിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒറ്റക്കായി പോയ ആയിഷ ബീവിയെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി ആ ദൂരം കാൽനടയായി നടന്നു വന്ന് ഒരു വാക്കുപോലും ആയിഷ ബീവിയോട് സംസാരിക്കാതെ വന്ന സ്വഹാബിയല്ലയോ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയെ കണ്ടുമുട്ടുന്നു മരുഭൂമിയുടെ നടുവിൽ. സഫ്വാൻ എന്നവർ യുദ്ധത്തിന്റെ സൈന്യം തിരിച്ചു നടന്നു പോരുമ്പോൾ, മദീനത്തേക്ക് വരുമ്പോൾ ആ സൈന്യത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി പിന്നിൽ വന്ന സ്വഹാബിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മാല തപ്പി നടന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരം വൈകിപ്പോയി. ഹൗദജ് എന്ന് പറയുന്ന ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടായിരിക്കുമെന്ന ധാരണ കൊണ്ട് ആ ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് വെച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ ഒട്ടകപ്പുറത്ത് നബിതങ്ങളുണ്ട്, മറ്റൊരു ഒട്ടകത്തിൽ ആയിഷ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം നടന്നു നീങ്ങി. എന്നാൽ ബീവി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. നോക്കണം, സ്വഹാബിമാർ പോലും ആ ഒട്ടകക്കട്ടിൽ ബീവി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു വർത്തമാനം പോലും അവിടെ നടക്കുന്നില്ല. സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുമ്പോഴാണ് ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് സങ്കടപ്പെട്ട് സുബ്ഹിയോടടുത്ത നേരത്ത് ഒറ്റക്കിരിക്കുന്ന ആയിഷ ബീവിയെ കാണുന്നത്, അറിയുന്നത്. മഹദി റളിയല്ലാഹു അൻഹു ഒരു തൂങ്ങി ഉറക്കത്തിലാണ്. എവിടേക്ക് പോകാൻ, എങ്ങോട്ട് വഴി കാണാൻ? ആ ഒരു രംഗം അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായിരുന്നു അത്. സഫ്വാൻ എന്നവർ കണ്ടുമുട്ടുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ഇസ്തിർജാ ചൊല്ലിയത് മാത്രമേ ബീവി കേട്ടിട്ടുള്ളൂ. സഫ്വാൻ എന്നവർ ആയിഷ ബീവി എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല. എന്തേ ഇവിടെ ഇങ്ങനെ ആയിപ്പോയത്, കഥ എന്താണെന്ന് ഒന്നും ചോദിച്ചില്ല. ഒട്ടകം താഴ്ത്തിക്കൊടുത്തു, കയറാൻ ആംഗ്യം കാണിച്ചു കൊടുത്തു. ബീവി ഒട്ടകപ്പുറത്ത് കയറി. ആ കയറും പിടിച്ച് മദീനയിലേക്ക് വരുമ്പോഴാണ് ദുഷ്ടന്മാരായ മദീനയിലെ മുനാഫിക്കുകൾ മഹദി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ തങ്ങളെയും പേര് വെച്ച് നുണപ്രചരണങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ നബി തങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം നബി തങ്ങൾ വഹി വരാതെ വിഷമിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വിഷയത്തിൽ പുണ്യ നബി തങ്ങൾക്ക് നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പുണ്യ നബി ആയിഷ ബീവിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യാ ആയിഷ, അല്ലയോ ആയിഷ, നിങ്ങളെക്കുറിച്ചും സഫ്വാൻ തങ്ങളെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാനിടയായ ചില വർത്തമാനങ്ങളുണ്ട്. അതുകൊണ്ട് ആയിഷ, നിങ്ങൾ ചെറുപ്പക്കാരിയാണ്. സഫ്വാൻ എന്ന ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരടുപ്പമോ ഒരു ബന്ധമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആയിഷ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയേക്കൂ. അങ്ങനെ ഒരു തോന്നൽ വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണേ ആയിഷ. അതല്ല, നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി സമാധാനിച്ചത്. അതുകൊണ്ടാണ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇന്നത്തെ യുവതലമുറയും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ അതോ ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിന് ബോധ്യപ്പെട്ടു, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൻ്റെ മുമ്പ് അവർ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാനും ശുദ്ധീകരിച്ച് നന്നായി വരാനും താല്പര്യമില്ലെങ്കിലേ ഒരു വേർപാടിനെ കുറിച്ച്, ത്വലാഖിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ആലോചിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരു മനുഷ്യനെ കഴുകിയെടുക്കലാണ്, അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് ഏറ്റവും ഉചിതം. ആയിഷ ബീവി പറയുന്നു, ഞാനെന്ന് കരഞ്ഞു ആ ദിവസം. എന്റെ കണ്ണുനീർ നിൽക്കുന്നില്ല. എനിക്ക് ശരിക്കൊരു ഉറക്കവും വരുന്നില്ല. പിറ്റേ ദിവസവും അതുപോലെ കരഞ്ഞു, ഉറക്കം വരുന്നില്ല, കണ്ണുനീർ നിൽക്കുന്നുമില്ല. എന്റെ ഉമ്മയും ഉപ്പയും വിചാരിച്ചു, ശ്രദ്ധിക്കുന്നവരും ഉമ്മയും വിചാരിച്ചു, അന്നൽ ബുകാഅ ഫാലിഖു കബിജി, ഈ കരച്ചിലിൽ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. രണ്ടുപേരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ റസൂലിന് എൻ്റെ നിരപരാധിത്വം അല്ലാഹു അറിയിച്ചു കൊടുത്തില്ലല്ലോ എന്ന സങ്കടത്തിൽ. അപ്പോഴാണ് പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഇതിലുണ്ട്. ആയിഷ ബീവി പറയുന്നു, ഞാനങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു, സമ്മതം ചോദിച്ചു. വന്നോളൂ എന്ന് ഞാൻ സമ്മതം കൊടുത്തു. എന്റെ വിഷയം എന്താണെന്ന വിശദീകരണം പോലും ചോദിക്കാതെ എൻ്റെ കരച്ചിൽ കണ്ട് എൻ്റെ കൂടെ ഇരുന്ന്
ആ സഹോദരി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുകയാണ്. ആ സങ്കടത്തിൽ കൂടെ കരഞ്ഞു. എന്തിനാണ് കരച്ചിലെന്നറിയില്ല. ആ കരച്ചിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം തീരണമെങ്കിൽ കൂടെ ഒന്ന് കരഞ്ഞു കൊടുത്താൽ മതിയെന്ന് ബീവിക്ക് തോന്നിയതാകാം. അൻസ്വാരിയത്തായ മഹദി ആയിഷ ബീവിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രംഗങ്ങൾ സ്വഹാബികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സുകളുടെ വേദനയെ ശമിപ്പിക്കലാണ്, മനസ്സുകൾക്ക് സമാധാനം നൽകലാണ്. സമാധാനം നൽകാൻ അല്ലാഹു നിശ്ചയിച്ച നബുവത്തിന്റെ ചില മൂല്യങ്ങളുടെ വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. സസൂക്ഷ്മം ഒന്ന് നോക്കൂ. ബദറിൽ 70ഓളം ചിറപ്പുള്ളികളെ യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോ ആ യുദ്ധത്തടവുകാരെ എന്തു ചെയ്യണം എന്നൊരു ചർച്ച വിശുദ്ധരായ നബിതങ്ങൾ സ്വഹാബിമാരുമായി നടത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു, ഉമർ എന്നവരും മറ്റൊരഭിപ്രായം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയേ, യുദ്ധം നമ്മൾ ജയിച്ചു, യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ അടിമകളായോ യുദ്ധത്തടവുകാരായോ പിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഫിദിയ കൊടുത്ത്, റാൻസം കൊടുത്ത്, ഒരു തുക കൊടുത്ത് അവരുടെ ബന്ധുക്കൾ മോചിപ്പിക്കുകയാണെങ്കിൽ ദീനിന് അതൊരു വരുമാനമാണ്, സ്വഹാബിമാർക്ക് അതൊരു വരുമാനമാണ്. അതുകൊണ്ട് നബിയെ, അവരെ കൊല്ലരുത്, നമുക്കവരെ വെറുതെ വിടാം, അവരുടെ മോചനത്തിന് പകരം നമുക്കൊരു സംഖ്യ ഡിമാൻഡ് ചെയ്യാമെന്ന് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് ചോദിച്ചു. ഉമറേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, മക്കയിൽ നിന്ന് മദീന വരെ, മദീനയുടെ അടുത്താണല്ലോ ബദർ വരെ നടന്നു വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണവർ. അവരെ എന്തിനാ വെറുതെ വിടുന്നത്? അവരെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവർ കൊന്നുകളയില്ലയോ? അതുകൊണ്ട് അവര് വധിക്കപ്പെടാൻ മാത്രം ശിക്ഷ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഫിദിയയും വാങ്ങി വിടേണ്ടവരല്ല അവരെ, നിഷ്കരുണം അവർക്ക് വധശിക്ഷ നൽകേണ്ടവരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ കരുണയായിരുന്ന പുണ്യ നബിയുടെ മനസ്സ് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായത്തിന്റെ കൂടെയായിരുന്നു. അങ്ങനെയാണ് ബദറിലെ 70ഓളം യുദ്ധത്തടവുകാർക്ക് മോചനം കൊടുത്ത് മോചിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതാ വഹി വരുന്നു നബി തങ്ങൾക്ക്, നബിയേ, ഹത്താ യുസ്ഖിന ഫിൽ അർള്, നബിയേ വേണ്ടായിരുന്നു. ഉമർ എന്നവർ പറഞ്ഞ അഭിപ്രായമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ ആയത്തിറങ്ങി. സിദ്ദീഖ് എന്നവർ പറഞ്ഞതല്ല വിഷയമെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കയറി ചെല്ലുമ്പോ എൻ്റെ ഹബീബായ റസൂലും മഹാനായ സിദ്ദീഖ് എന്നവരും ബദറിൽ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, നബിയേ, സിദ്ദീഖ് എന്നവരെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫഅതബാകാ മഅകുമാ, നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കരയാം. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കാരണമൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളത് പറയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളുടെയും ഹബീബിന്റെയും കൂടെ ഇരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. എന്തിന്? ആ സങ്കടത്തിൽ പങ്കുചേരുകയായിരുന്നത്. ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. ഹബീബിന് സങ്കടം തോന്നി, ഉമർ എന്നവരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട അഭിപ്രായമെന്ന്, റബ്ബിന്റെ തീരുമാനം അതായിരുന്നുവെന്ന്. നോക്കണേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ എൻ്റെ കൂടെ കരയാൻ അൻസ്വാരിയത്തായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കൂടെ വന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു, എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഒരാളുടെ വിഷമത്തിൽ ആരും സന്തോഷിക്കരുത്. ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക, അവരുടെ കൂടെ ആശ്വസിപ്പിക്കുക, അവരുടെ മനസ്സിന് സമാധാനം നൽകുക. സന്തോഷം എന്നും ഉണ്ടാവില്ല. ദുഃഖങ്ങളും വിടപറയലുകളും മരണവും അസുഖങ്ങളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഒരു മനസ്സാണ്, ഒരുമിച്ചാണ്, നമ്മൾ ഒന്നാണ്. ജസദുൻ വാഹിദുൻ, ഒരു ശരീരമാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ. അല്ലാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒരു പരാതി നബി തങ്ങളോട് വന്ന് പറഞ്ഞു. സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങിയത്, ആദ്യ ആയത്തിറങ്ങുന്നത് ഈ സംഭവത്തിലാണ്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം എന്നവർ പറഞ്ഞു, നബിയേ, ഒരു കപടവിശ്വാസിയായ ആള് അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു നബിയേ. അപ്പോ നബി തങ്ങൾ അയാളെ വിളിച്ചു. അയാൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, പക്ഷേ ആള് മുനാഫിഖായിരുന്നു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? അപ്പൊ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോ സയ്യിദ് ഇബ്നു അർഖം എന്നവരോട് നബി തങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നി. സയ്യിദ് ഇബ്നു അർഖം നുണയാണോ, അസത്യമാണോ, അവാസ്തവമാണോ പറഞ്ഞത് എന്ന് നബി തങ്ങൾക്ക് തോന്നി. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, മാ അറച്ച ഇല്ലാ അൻ മഖതക റസൂലുള്ളാഹ് വകദ്ദബകൽ മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളും പുണ്യനിബിതങ്ങളും സയ്യിദ് ഇബ്നു അർഖമേ, നിങ്ങൾ പറഞ്ഞത് നുണയാണെന്നാണല്ലോ മനസ്സിലാക്കിയത്. എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? വല്ലാത്ത വിഷമമായി സയ്യിദ് എന്നവർക്ക്, വല്ലാത്ത വിഷമമായി സയ്യിദ് എന്നവർക്ക് വിഷമമായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അങ്ങനെ ഹബീബിന്റെ ഒരു യാത്രയിൽ ഈ കൊച്ചു സ്വഹാബി ഹബീബിന്റെ കൂടെയുണ്ട്. ആ യാത്രയിൽ എത്രയോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പണ്ടെന്നോ പറഞ്ഞു പോയൊരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ റസൂലുള്ളാഹിക്ക് വിശ്വാസമായില്ലയോ എന്ന സങ്കടം സയ്യിദ് എന്നവരുടെ സയ്യിദ് ഇബ്നു അർഖം എന്ന ഈ സ്വഹാബിയുടെ മനസ്സിലുണ്ട്. ആ സന്ദർഭത്തിലാണ് ഹബീബിന്റെ കൂടെ ഒരു യാത്രയുണ്ടാകുന്നത്. ആ യാത്രയിൽ മഹാനായ സ്വഹാബി തലതാഴ്ത്തി ഹബീബിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. മിനൽ ഹമ്മി ഖഫഖതു റഅസി മിനൽ ഹമ്മ്, സങ്കടം കൊണ്ട് ഞാൻ തലതാഴ്ത്തി നടക്കുമ്പോൾ ഇത് അതാനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അരികത്ത് വന്നു. ഫഅറക ഉദുനി, എൻ്റെ ചെവിക്ക് പിടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. വളഹിക ഫീ വജ്ഹി, എന്നിട്ട് പറയാൻ സയ്യിദ് എന്നവര് പറയാ, ആ ഒരു ചെവി പിടിക്കലും ചെവിക്കുന്നി പിടിച്ചതും എൻ്റെ മുഖത്ത് നോക്കി നിബിതങ്ങൾ ചിരിച്ചതും അതിന് പകരം ഈ ലോകം മുഴുവൻ തന്നാലും എനിക്ക് വേണ്ട, എനിക്ക് അത്രക്കങ്ങ് സന്തോഷമായി. എന്നിട്ട് പുണ്യനബി എന്നെ സ്വീകരിച്ചല്ലോ, അതൊക്കെ നബി ഞങ്ങൾ മറന്നല്ലോ, അല്ലെങ്കിൽ പുറത്തല്ലോ എന്ന സന്തോഷം. അതാ വരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ثم إن أبا بكر لحقني. എന്നിട്ട് എന്നോട് ചോദിച്ചു, നബി എന്തേ പറഞ്ഞത് നിങ്ങളോട്? മാ ഖാല ലക റസൂലുള്ളാഹ്, നബി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഉമർ എന്നവർ ഓടി വന്നു, സയ്യിദ് ഇബ്നു അർഖമേ, തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? നോക്കണം, ആരും തമ്മിലാണോ സങ്കടമുള്ളത്, വിഷമമുണ്ടായത്, തെറ്റിദ്ധാരണയുണ്ടായത്, ആ തെറ്റിദ്ധാരണ തീർന്നോ എന്നറിയാനാണ് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും വരുന്നത്. നോക്കണേ, അവരുടെ മനസ്സ് നോക്കണേ. ആരെയായത്? ഒരു ചെറിയ ചെറുപ്പക്കാരൻ, സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ അന്ന് കയറിക്കൂടിയ സങ്കടം സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും അറിയാം. അപ്പൊ നബി തങ്ങൾ ചെവി പിടിച്ച് മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോ, എന്തേ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? ശരിയായോ? നന്നായോ? ഒന്ന് നന്നാവണേ, ഒന്ന് ശരിയാവണേ എന്ന ആഗ്രഹത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, സൂറത്തുൽ മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്ത് മുതൽ അങ്ങ് ഇറങ്ങിയ ആയത്തുകൾ മഹാനായ ഈ സ്വഹാബി നിരപരാധിയാണെന്ന് വിളിച്ചു പറയുന്ന ആയത്തായിരുന്നു. ആ ഒരു സങ്കടത്തിൽ ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും ആ സ്വഹാബിയുടെ കൂടെ വന്ന് അന്വേഷിച്ചതും പുണ്യനിബിതങ്ങൾ ആ സങ്കടം പരിഹരിച്ചു കൊടുത്തതും മഹാന്മാരായ സ്വഹാബിമാർ കാണുകയാണ്. ഇതായിരുന്നു അവരുടെ ജീവിതം. എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകുമാർ വസന്തത്തിന്റെ പുഞ്ചിരിയുടെ വസന്തം തീർത്തിരുന്ന, സമാധാനത്തിന്റെ തെളിനീരുകൾ, സമാധാനത്തിന്റെ മഞ്ഞ് പെയ്തിരുന്ന ഒരു കാലഘട്ടം. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെല്ലാം അള്ളാഹുവിലേക്ക് മുന്നിട്ടതായിട്ട്, അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് വളരെ നിഷ്കളങ്കരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി ജീവിച്ചു മരിക്കേണ്ടവരാ നമ്മൾ.
അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകളുടെ വേദനയെ അള്ളാഹു മാറ്റിത്തരട്ടെ. റഹ്മുർ-റഹീമീനായ റബ്ബ് തആല നമ്മുടെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷം നൽകട്ടെ. നമ്മുടെ പിണക്കങ്ങളെ മാറ്റി അവിടെ ഇണക്കമാക്കി തരട്ടെ. വെറുപ്പുകളെല്ലാം ഒഴിവായി തൽസ്ഥാനത്ത് അദമ്യമായ സ്നേഹവും അടുപ്പവും അള്ളാഹു നൽകട്ടെ. ശത്രുതകളെല്ലാം ഇല്ലായ്മ ചെയ്ത് ശാന്തസുന്ദരമായ ഒരന്തരീക്ഷം അള്ളാഹു നമുക്ക് കൊണ്ടുതരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.